ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞാൽ വളരെയധികം സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. ഓക്കെ, സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ പറ്റിയോ ഇല്ലയോ, നിങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ അതെനിക്കൊരു വലിയ സങ്കടമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ വരച്ച ലൈൻ കൃത്യമായിട്ട് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു അവിടുന്ന് നമുക്ക് നല്ലൊരു ക്യാപ്ചർ കിട്ടാനുള്ളൊരു വഴി ഇന്ന് മാർക്കറ്റിലുണ്ടായിരുന്നു. അത് എത്ര പേര് ക്യാപ്ചർ ചെയ്യാൻ പറ്റി ഇല്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇത് രണ്ടിനും നിങ്ങൾ ആൻസർ ഇന്നത്തെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ നമ്മൾ ആദ്യമേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇല്ലേ. ഏകദേശം 80 പോയിൻ്റ് കണ്ട് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് പതുക്കെ മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു ഇല്ലേ. അപ്പോൾ താഴോട്ട് വന്നപ്പം നമുക്ക് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്നലത്തെ ആ ക്ലോസിങ്ങിൻ്റെ ആ ഹൈ ആണ്. ആ ഹൈ ഏരിയ ക്ലോസിങ് ചെയ്തതിൻ്റെ ആ ഒരു ഹൈ ഏരിയ ആണ് നമ്മുടെ ആ ഒരു സപ്പോർട്ടായിട്ട് അവിടെ കാണാൻ പറ്റുന്നത്. അവിടെ ഞാനത് വരച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് ബൗൺസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് നമുക്ക് മേളോട്ട് ട്രേഡ് ഇല്ല, നമുക്ക് ട്രേഡ് എപ്പോഴും 23,000 മുകളിലേ നമുക്ക് ട്രേഡ് ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ നമുക്ക് ട്രേഡ് ഇല്ലെന്ന് പറഞ്ഞു. ഇത് മാത്രം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. കാര്യം എന്താണ്, ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്തു ഇല്ലേ. ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഹൈ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു പി നോക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ നോക്കിയവർക്ക് ഒരു 20, 25, 30 പോയിൻ്റ് കിട്ടി. എനിക്ക് കിട്ടി. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കിട്ടും. കൃത്യമായിട്ട് 25 പോയിൻ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് വരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം എന്നിട്ട് ഞാൻ കമ്പൽസറി ആയിട്ട് പറഞ്ഞു ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങണം. കാരണം മാർക്കറ്റ് ഏത് സമയവും റിവേഴ്സ് ചെയ്യുക. നമ്മളിവിടെയാണ് കയറിയത് അല്ലേ. ഇവിടെ നമ്മൾ കയറി അതിന് ശേഷം നമുക്ക് ഇത് കിട്ടി, ഈ ഒരെണ്ണം കിട്ടി അല്ല ഇവിടെ ഇറങ്ങാമായിരുന്നു, അല്ല ഇത് ഇത്ര ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങാമായിരുന്നു. ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്ന 25 പോയിൻ്റ് എന്തായാലും കിട്ടി. കാരണം ഇവിടം വരെ ഏകദേശം ഒരു 900 ഈ ഏരിയ 909 നിന്ന് ഏകദേശം നിങ്ങൾക്ക് ഒരു 50 പോയിൻ്റ് ഒരു ഡൗൺ അവിടെ കിട്ടി. ATM ആണത്തിന് 25 പോയിൻ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓട്ടെ, എത്ര 20 എത്രയെങ്കിലും കിട്ടിയതാട്ടെ. അതിനുശേഷം ഒറ്റ ക്യാൻഡിലിൽ ഈ വീണതെല്ലാം തിരിച്ചു കയറി ഇല്ലേ. പിന്നെ അടുത്ത് വീണ്ടും താഴോട്ട് വന്നു, പിന്നെയും മുകളിലോട്ട് പോയി. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇനി നമുക്കിവിടെ ട്രേഡ് ഇല്ല. കാരണം നമുക്കിവിടെ കൺഫർമേഷൻ ഇല്ല. ഏത് സമയവും ഇത് മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ഇല്ല, നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മുകളിലോട്ട് ട്രേഡ് ഇല്ല. ഞാൻ വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു എനിക്ക് മുകളിലോട്ട് ട്രേഡ് ഇല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ട്രേഡ് ഉണ്ടെങ്കിൽ 23,000 മേളിലെ ട്രേഡ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇല്ലേ. പക്ഷേ 23,000 മുകളിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡെ പറ്റി നമുക്ക് ചിന്തിച്ച് നോക്കാം. ഇപ്പോൾ 23,000 മണ്ടയ്ക്ക് മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തു. നമുക്ക് അതിനൊന്ന് വിശകലനം ചെയ്ത് നോക്കാം എന്താ സംഭവിച്ചത്. ഓക്കെ, മാർക്കറ്റ് നമുക്കത് വിശകലനം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം എന്താ സംഭവിച്ചത്. മാർക്കറ്റ് 23,000 മുകളിൽ ഞാൻ പറഞ്ഞു നമുക്ക് 23,000 മുകളിൽ നമുക്ക് ട്രേഡ് ഉള്ളൂ. 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ട്രേഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് നമുക്കത് അവലോകനം ചെയ്ത് നോക്കാം. അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് എടുക്കാൻ പറ്റും. മാർക്കറ്റ് നേരെ ഇവിടെ വന്നു. ഇവിടെ വരെ ഇവിടുന്ന് നേരെ വന്ന് ഒറ്റ ബ്രേക്കൗട്ടായിരുന്നു. ഒറ്റ ക്യാൻഡിൽ നേരെ മുകളിൽ പോയി. അപ്പോൾ നമുക്കിവിടെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇല്ല. മാർക്കറ്റ് നേരെ തിരിച്ച് താഴെ വന്നു. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ വീണ്ടും താഴെ ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ട് തിരിച്ച് മേടി ക്ലോസ് ചെയ്തു. വീണ്ടും ഒരു ഡോജി, പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു, പിന്നെ നല്ല ഭീകരമായിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു എൻട്രി പോയിൻ്റ് ഉണ്ടോ? നിങ്ങൾ പറ. നമ്മുടെ സ്റ്റഡീസ് അനുസരിച്ച് ഞാൻ ഇത്രയും നാളെ നിങ്ങളെ പഠിപ്പിച്ചനുസരിച്ച് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു എൻട്രി ഉണ്ടോ? എൻട്രി ഇല്ല. നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ ഇല്ല ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് വരുന്നു. പിന്നെ നേരെ തിരിച്ച് നിങ്ങളിവിടെ എടുത്തെന്ന് വിചാരിച്ചോ, ഈ ക്യാൻഡിലാണ് കയറി എടുത്തെന്ന് വിചാരിച്ചോ. എടുത്തെങ്കിൽ ഈ 1-2 കഴിഞ്ഞ് അടുത്ത ക്യാൻഡിൽ നേരെ തിരിച്ച് താഴെ വന്നു. ഇതെല്ലാം പോയില്ലേ. അപ്പോൾ പിന്നെ ഇവിടെ വന്നു ആണെങ്കിൽ ഇത് വേണമെങ്കിൽ ഒരു റീടെസ്റ്റ് എന്ന് പറയാം. ഇവിടെ വരെ പോയി മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ചു പോയെന്ന് പറയാം. ഓക്കെ, അവിടെ നമുക്ക് നോക്കാം. ഇനി നിങ്ങൾ ആ റീടെസ്റ്റ് ഭാഗം നമുക്ക് നോക്കാം. മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്തു. ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇതിനെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു. റീടെസ്റ്റ് ചെയ്തു. ഓക്കെ, മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇതായിട്ട്. അപ്പോൾ അടുത്ത എൻട്രി ഇവിടെയാണ് നമുക്കുള്ളത് ഇല്ലേ. ഇവിടെ നമ്മൾ എൻട്രി എടുത്തു വിചാരിച്ചു. ഒറ്റ ക്യാൻഡിൽ കിട്ടി. പിന്നെ ഇവിടെ എല്ലാം ചെറിയ സാധനങ്ങൾ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഇറങ്ങണോ, പൊട്ടുവോ കയറുവോ. അവസാനം ഈ ഇത്രയും നേരം നിങ്ങൾ മസിൽ പിടിച്ചിരുന്ന സാധനങ്ങളെല്ലാം ഒറ്റ ക്യാൻഡിലെ തീർന്നു.
ശരിയല്ലേ? ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇവിടെ ഓടി അപ്പോൾ നിങ്ങളങ്ങ് പരിശാനാകും. അതായത് നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ വറിയാവും. എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു പ്രോപ്പർ എൻട്രി നമ്മൾ കണ്ടുപിടിക്കണം ചാർട്ടിനകത്തിൽ. ആ പ്രോപ്പർ എൻട്രി ഇല്ലാതെ നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കില്ല. നമുക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, വേണ്ട വേണ്ട. പിന്നെയും ഇവിടെ വന്നു, ഇവിടെ തിരിച്ച് പിന്നെ ഇവിടെ എൻട്രി ഉണ്ടോ? ഇല്ല. അതിനുശേഷം ഒറ്റ ക്യാൻഡിൽ മേലോട്ട്. മനസ്സിലായി പറഞ്ഞത്? അപ്പം നമുക്കിവിടെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടുപിടിക്കണം ചാർട്ടിനകത്തിൽ. അത് നമുക്കിവിടെ ഇല്ല, അത് നമുക്കിവിടെ കണ്ടുപിടിക്കാനില്ല. അതുകൊണ്ട് നമ്മൾ ട്രേഡ് എടുത്തില്ല. ഞാൻ പറഞ്ഞു ട്രേഡ് ഇല്ല എന്ന് പറഞ്ഞു. സംഭവം ശരിയാണോ? ഓക്കെ. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് നേരെ പതുക്കെ നേരെ ഒരു വലിയ ക്യാൻഡിൽ കിട്ടി. അതിനുശേഷം വന്ന് നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഈ ട്രെൻഡ് ലൈൻ ഓർമ്മയുണ്ട്? എത്ര പേർക്ക് നിങ്ങൾക്ക് ഈ ട്രെൻഡ് ലൈൻ ഓർമ്മയുണ്ട്? നിങ്ങൾ പറയൂ. നിങ്ങളെ ഞാൻ കയ്യെ പിടിപ്പിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പഠിപ്പിക്കുന്നത് പോലെ ഒരു വീക്കിലി അനാലിസിസ് ഞാൻ കീറി മുറിച്ചിട്ട് നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഞാൻ കാണാത്തവർക്ക് വേണ്ടി അല്പഭാഗം, അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ എന്താ പറയുക, ഒരു മനോവിഷമം ഉണ്ടാകും. ഓക്കെ, ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കോ, നിങ്ങളിത് കണ്ടു നോക്കുക. ആ സാധനം ഇതാ, നിങ്ങളത് കേട്ട് നോക്കുക കേട്ടോ. വീക്കിലി നോക്കുമ്പോൾ എനിക്ക് ഒറ്റ നോട്ടത്തിനകത്ത് കാണാൻ പറ്റുന്നത് എന്താണ്? വീക്കിലി നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ഞാൻ നോക്കിയേ, എനിക്ക് കാണാൻ പറ്റുന്ന ട്രെൻഡ് ലൈൻ ഇവിടെ നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം. എന്താ സംഭവിക്കാൻ നോക്കാമല്ലോ. ഇതാണ് കണ്ടോ? സൂപ്പർ അല്ലേ? ഒരു ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇതൊരു സൂപ്പർ, നമുക്കത് വരച്ച് നോക്കാം, വലുതാക്കി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കറക്റ്റ് അതിന്റെ വിക്ക് അതേപോലെ തന്നെ വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ മേലോട്ട് കയറി നിൽക്കുക അല്ലേ? ബാക്കി എല്ലാം കറക്റ്റാണ്. നമ്മുടെ പോയിന്റ് എല്ലാം വളരെ കറക്റ്റാണ്. അപ്പോൾ നോക്കിക്കേ, നിഫ്റ്റി നോക്കിക്കേ, വീക്ക്ലി ബേസിസിൽ ഒരു സൂപ്പർ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. ഇവിടെ നിഫ്റ്റിക്ക് വളരെ 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 നിർണായകമാണ്. ഒരു നിർണായകമായ ഏരിയയാണ് ഇവിടെ. അപ്പോൾ കേട്ടല്ലോ, ഞാൻ പറഞ്ഞ കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ ആ വളരെ നിർണായകമായ ആ ഏരിയയാണ് ഈ സംഭവം അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എങ്ങനെയാണ്? ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു എൻട്രി ഉണ്ട്. ഞാൻ പറയേണ്ട കാര്യമില്ല, ഓൾറെഡി ഞാൻ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാം. ഇവിടെ ഇപ്പോൾ ഇത് എത്ര? 13,000, 23,120, 23,200, 23,200 അല്ല 23,100. ഓക്കെ, 100ൻ്റെ ഒരു പി നിങ്ങൾക്ക് കൂടെ എടുക്കാം. പി എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് ഒരു 20 പോയിൻറ്റ് ഒരു 160, 160 അല്ല 150, 23 150 ഒരു SL ഇട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാം. അടിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ 20 പോയിൻ്റല്ല നിങ്ങൾക്ക് പോകത്തുള്ളൂ. ഈ 20 പോയിൻറ്റിൻ്റെ SL നിങ്ങൾക്ക് ഇത്രയും വലിയ ക്യാപ്ചർ കിട്ടിയില്ലെങ്കിൽ പോട്ടെന്നേ. നമ്മൾ അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെയാണ് റിസ്ക് എടുക്കുന്നത്. മനസ്സിലായോ? ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു റിസ്ക് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി എല്ലാ ക്രൈറ്റീരിയ ഇവിടെ ഫുൾഫിൽ ആവുന്നുണ്ട് ഇല്ലേ? കറക്റ്റായിട്ട് നമ്മൾ ട്രെൻഡ് ലൈനിൽ വന്ന് മുട്ടി മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ചൊരു ഡോജി ക്യാൻഡിൽ അല്ലെ ഒരു ഹാമർ ക്യാൻഡിൽ അവിടെ ഒരു റെഡ് ക്യാൻഡിൽ അവിടെ ഫോം ആയി ഇല്ലേ? ആ റെഡ് ക്യാൻഡിൽ ഫോം ആയപ്പോൾ നമുക്കറിയാം ഇവിടെ ചിലപ്പോൾ മാർക്കറ്റ് പക്ഷേ ഇവിടെ തിരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലായി ഇല്ലേ? ഏകദേശം അപ്പം സമയം എന്തുവായി? ഏകദേശം 3 മണിയോട് അടുപ്പിച്ചായി. അപ്പോൾ FIS സെല്ല് ചെയ്യുന്ന സമയം കൂടെ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ ഒരു സെല്ല് ഓപ്പർച്യൂണിറ്റിക്കുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? റിസ്ക് എടുക്കുക. 20 പോയിൻറ്റ് 25 പോയിൻറ്റ് SL ഇട്ടിട്ട് നമുക്ക് കൂടുതൽ ട്രേഡ് എടുക്കുക. നോക്കിക്കേ, ഈ ഒരു ട്രേഡ് നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ലോസ് എല്ലാം ഈ ഒരു ഒറ്റ ട്രേഡ് കൊണ്ട് തീർന്നേനെ. ഒറ്റ ട്രേഡ് കൊണ്ട്. മനസ്സിലായി പറഞ്ഞേ? ഇവിടെ ഈ ഭാഗത്ത് 23,000 ഞാൻ പറയാം കറക്റ്റ്, 23,000 പി ഏകദേശം 80 രൂപയായിരുന്നു. 80 രൂപ. ഈ 80 രൂപ 200 രൂപയായി. ഈ 80 രൂപ 200 രൂപയായി ഇവിടെ വന്നപ്പോൾ. മനസ്സിലായോ? എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. സെൻസെക്സ് ഇവിടുന്ന് സെൻസെക്സ് എടുത്തപ്പം ഇത് എല്ലാം ഒരുപോലെയാണല്ലോ വീഴുന്നത്. സെൻസെക്സ് ഏകദേശം 90 രൂപ ഉണ്ടായിരുന്ന സാധനം, അതായത് എനിക്കത് 76,500 തോന്നുന്നു. 90 രൂപ ഉള്ള സാധനം നേരെ 600 രൂപയായി. 600 രൂപ 90 രൂപയ്ക്ക് അടുത്ത സാധനം ഞാൻ 250 രൂപയ്ക്ക് വിറ്റു. ബാക്കി പോയത് എനിക്ക് വലിയ അതെനിക്ക് എൻ്റെ വിഷയമല്ലത്. നിങ്ങൾ എത്ര മാർക്കറ്റിന് 1000 അടിച്ചാലും ഐ ഡോണ്ട് കെയർ. കാരണം എനിക്ക് ഇരട്ടിയോ 93 രൂപ 924 3 ഇരട്ടി പൈസ എനിക്ക് കിട്ടി ഇവിടെ ഇല്ലേ? പിന്നെ ഇനി ഞാൻ കൈ വെച്ചോണ്ട് ആക്രമണം പാടില്ല. അന്യായമായിട്ടുള്ളത് കിട്ടി ഇവിടെ ഇല്ലേ?
അപ്പോൾ അത് വെച്ച് നമ്മൾ ഒഴിയുക എന്നുള്ളതേ ഉള്ളൂ. വേണമെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യുന്ന ലക്ഷങ്ങൾ കിട്ടിയേനെ, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എനിക്ക് വേണ്ട, ഞാൻ കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടാൻ ഞാൻ തയ്യാറാണെന്നേ. മനസ്സിലായി? അപ്പം നിങ്ങളുടെ എല്ലാ ലോസും ഈ ഒരൊറ്റ ട്രേഡ് കൊണ്ട് തീർന്നത്. ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാതെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കണ്ട് എവിടെയെങ്കിലും വെച്ച് ഇടയ്ക്കിട്ടിട്ട് ട്രേഡ് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ച് എന്നിട്ട് നാട്ടുകാരെയും വീട്ടുകാരെയും പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ തെറി പറഞ്ഞിട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല, ഒരു കാര്യമില്ല. ഇവിടെ നിന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഇത് പ്രൈസ് ആക്ഷൻ നിങ്ങൾ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു ഇല്ലേ. ഞാനത് പറയേണ്ട കാര്യമില്ല. ഓൾറെഡി ഞാൻ സാറ്റർഡേ ഞാൻ ഓൾറെഡി ഇതെല്ലാം കീറി മുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇനി ഇവിടെ ഞാൻ സംസാരിക്കേണ്ട കാര്യമേ ഇല്ല. 23,000 കേസുകൾ ഞാൻ പറഞ്ഞു തന്നതാണ്. ഈ ട്രെൻഡ് ലൈനിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തന്നതാണ്. ഇത് ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തന്നതാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അല്ലേ. എന്നിട്ട് നിങ്ങൾ പരാജയപ്പെടുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുക. എന്തു പറ്റി, എവിടെയാണ് മിസ്റ്റേക്ക്, എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കി സ്വയം തിരുത്താൻ ശ്രമിക്കുക. വേറൊരാളെ കൊണ്ട് തിരുത്താൻ പറ്റത്തില്ല. നിങ്ങൾ സ്വയം തിരുത്തണം. നിങ്ങൾ സ്വയം തിരുത്തി മുന്നേറുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലാതെ വേറൊരാളെ ഫോഴ്സ് ചെയ്തുകൊണ്ട് തല്ലി പഴിപ്പിച്ച മാങ്ങ തിന്നാൻ രുചി കാണത്തില്ല. തല്ലി പഴിപ്പിച്ചൊരു കാര്യമില്ല. നിന്ന് വിളഞ്ഞു പഴുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ സ്വയം വിലയിരുത്തണം. ഞാൻ എങ്ങനെ, എവിടെ, എന്താണെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കി ചെയ്യുക. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇതൊരു മോട്ടിവേഷണൽ സ്പീച്ചായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. എനിക്കിങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ. കാരണം ഇത് നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി മിസ്സായെങ്കിൽ എനിക്കൊരു വലിയ സങ്കടമാണ്. കാരണം ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ആരും പറഞ്ഞു തരികയില്ല. നിങ്ങൾ എവിടെയെങ്കിലും യൂട്യൂബിൽ നിങ്ങൾ പരതി നോക്കിക്കോ, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ ഈ വിവാദം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ദിവസം മുന്നേ എൻ്റെ വീക്കിലി അനാലിസിസ് ഞാൻ ചെയ്തത്. സാധാരണ ഇതിലെല്ലാവരും സൺഡേ ആണ് ചെയ്യാറ്. ഞാൻ വീക്കിലി ഞാൻ ആരുടെയും കോപ്പി അടിച്ച് പറയുവാണോ അല്ലെ അങ്ങനെയുള്ള രീതിയിൽ വല്ലതും പറയുവാണെന്ന് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ ഒരു ദിവസം മുന്നേ ചെയ്തതാണ്. മനസ്സിലായി? ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരു സിമിലാരിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇനി അതൊരു വേറെ വിവാദത്തിന് ഇടവരണ്ട. കാരണം ഇനി നമ്മൾ വളരും തോറും നമ്മൾ കൂടുതൽ വിവാദങ്ങളിലോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളെല്ലാ സൈഡ് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം മുന്നേ ചെയ്തത്. ഇത്രയ്ക്ക് കൃത്യമായിട്ടും ആക്യുറേറ്റായിട്ടും ആര് നിങ്ങൾക്ക് പറഞ്ഞു തരും? നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമല്ലേ? ഇതാ നോക്കി 23,000 ഇവിടെ വന്ന് സസ്റ്റെയിൻ ചെയ്ത് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ മാർക്കറ്റ് നേരെ തിരിച്ചു പോയി. അപ്പോൾ ഇതിൽ കൂടുതൽ ഞാനിനി എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ? ഇനി നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം തമ്പുരാന് പോലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. അവിടെ അപ്പോൾ എനിക്ക് അത്ര മാത്രമേ അവിടെ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നാളത്തെ ലെവലുകൾ നമുക്ക് നോക്കാം. എന്താണ് നാളെ ഇനി സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. നാളെ ഇപ്പോൾ മാർക്കറ്റ്, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് രണ്ടും ഫ്യൂച്ചറും സ്പോട്ടും രണ്ടും 23,000 താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അതൊരു വലിയ കൺസേൺ ആണ്. മനസ്സിലായോ? 23,000 മുകളിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് പറ്റാഞ്ഞത് ഒരു വലിയ വിഷയമാണ്. ഓക്കെ, അപ്പോൾ അത് നാളെ ഇപ്പോൾ എല്ലാം ഒരു വലിയ സംഭവം ഇപ്പോൾ മാർക്കറ്റ് ഓടി നടക്കുന്നത് RBI 60,000 കോടി മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നു, ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള. ഈ 60,000 കോടി എന്ന് പറയുന്നത് 3 ടൈമായിട്ടാണ് മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നത്. 3 ടൈം. ഈ 60,000 കോടി പറഞ്ഞാൽ മാർക്കറ്റിന് ഒന്നുമില്ല, ബിസ്ക്കറ്റ് പോലെ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ. ഇന്നത്തെ ഡേറ്റ വന്നത് ഞാൻ നോക്കട്ടെ. ഒരു മിനിറ്റ്, ഡേറ്റ വന്നു നോക്കിക്കോട്ടെ. ഇന്നത്തെ ഡേറ്റ വന്നു ഭയങ്കര രസമാണ്. ഇന്നത്തെ ഡേറ്റ വന്നു 5,000 കോടിക്കടുത്ത് അവർ വാങ്ങിച്ചു. 5,000 കോടിക്കടുത്ത് അവർ വിറ്റു. ആര്? FIS വിറ്റത് കറക്റ്റായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ എത്ര വിറ്റു? 4,920 കോടി രൂപ അവർ വിറ്റു. DIS വാങ്ങിച്ചത് എത്രയാണ്? 6,814 രൂപ അവർ വാങ്ങിച്ചു. നെറ്റ് ബൈ ആണ്, ഏകദേശം 1,200 കോടി നെറ്റ് ബൈ ആണ്. എന്നിട്ട് മാർക്കറ്റിൽ ഇത്ര വലിയൊരു ഫോൾ വന്നു. മനസ്സിലായോ? അപ്പം ഈ പറയുന്ന വലിയ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ മാർക്കറ്റിനെ ഇപ്പം നിലവിൽ നയിക്കുന്നത് നമ്മുടെ റീറ്റെയിലേഴ്സാണ്. പാനിക് സെല്ലിങ്. പിന്നെ ഞാൻ ഇന്നൊരു സൈക്കോളജി ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാനൊരു സൈക്കോളജി പറഞ്ഞു, ട്രംപിൻ്റെ വിഷയം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യനും, പ്രത്യേകിച്ച് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ആരും അവരുടെ പൊസിഷൻസ് അവർ ഹോൾഡ് ചെയ്തില്ല. കാരണം രാത്രിയിൽ ഈ പുള്ളി എന്തോ വിളിച്ച് പറയുന്നത് നമുക്ക് ആർക്കും ഒരു ഊഹം കാണത്തില്ല. മനസ്സിലായില്ലേ? നാളെ ഇന്നലെ ഞാൻ എക്സാമ്പിൾ ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി വലിയ അവെയറിലായിരുന്നു. കൊളംബിയയായിട്ടുള്ള പ്രശ്നം. കൊളംബിയയാണ് ഏറ്റവും കൂടുതൽ കോഫി സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി. രണ്ടാമത്തെ സ്ഥാനം നമ്മുടെ ഇന്ത്യക്കാണ്, ഇന്ത്യൻ കോഫിക്കാണ്.
ഓക്കെ. ഈ കൊളംബിയയ്ക്ക് പിന്നെ 25% ടാക്സ്, പിന്നെ 50% ആക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കോഫി ഈ കമ്പനികളെല്ലാം അടച്ചുപൂട്ടേണ്ടി വരും. അപ്പോൾ ഇത് മെച്ചമാർക്കാ? പിന്നെ ഇന്ത്യൻ കോഫിക്ക് വേണമെങ്കിൽ ഞാൻ നോക്കിയില്ല പ്രൈസ്. ഇന്ത്യൻ കോഫിയുടെ പ്രൈസ്, ഷെയർ പ്രൈസ് വേണമെങ്കിൽ അടിച്ചു മേലോട്ട് കയറി കാണും. 1 മണിക്കൂർ കഴിഞ്ഞപ്പം നേരെ ഉൾട്ടയടിച്ചു. കൊളംബിയ എഗ്രി ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഈ സാധനം നേരെ തിരിച്ച് താഴോട്ട് പോയി. അപ്പോൾ എന്തുവാ മാർക്കറ്റ് സംഭവിക്കുന്നത് നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഈ പുള്ളിയുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ വെച്ച് മാർക്കറ്റിൽ ഭയങ്കര ഉയർച്ചയും താഴ്ചയുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും നമ്മൾ പെട്ടുപോകാൻ നമ്മൾ പാടില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് ട്രേഡ് ചെയ്ത് നമുക്ക് നമ്മൾ ഒരു കാരണവശാലും പൊസിഷൻസ് BTST ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ BTST ഒന്നും ചെയ്യാനേ പാടില്ല. ഓക്കെ. മാർക്കറ്റ് ടൈമിൽ നമ്മൾ ട്രേഡ് എടുത്ത് ലോസോ അല്ലെങ്കിൽ പ്രോഫിറ്റോ ബുക്ക് ചെയ്ത് നമ്മൾ വിഷയത്തിൽ നിന്ന് വിട്ടുപോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, മാർക്കറ്റ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീറ്റെയിലേഴ്സാണ് പാനിക് സെല്ലിങ് നടത്തുന്നത്. ഇന്നും വാങ്ങിച്ചത് അവർ തന്നെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ 60,000 കോടിയുടെ ലിക്വിഡിറ്റി പ്രശ്നം RBI ഇറക്കാൻ പോകുന്നു എന്നുള്ളത് ന്യൂസ് കേട്ടോണ്ടായിരിക്കും ഈ റീറ്റെയിലേഴ്സിനെ കൂടെ വാങ്ങിച്ചു കൂട്ടിയത്. അവരെല്ലാം വാങ്ങിച്ചു കൂട്ടി 300 പോയിന്റ് മാർക്കറ്റ് മേളിൽ പോയി ഇല്ലേ? 300 പോയിന്റ് മാർക്കറ്റ് മേളിൽ പോയിട്ട് എന്താ പറ്റി? അവന്മാരെടുത്തിട്ട് വിറ്റ് നമ്മളെല്ലാം മിഴുങ്ങസിയെന്ന് പറഞ്ഞ് മേലോട്ട് നോക്കിയിരുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾ പറ. കേട്ടോ, നമ്മൾ ഈ വലിച്ചു വിട്ട് മാർക്കറ്റിനെ മേലോട്ട് കൊണ്ടുപോകാൻ റീറ്റെയിലർ ശ്രമിക്കുന്നു ഈ പറഞ്ഞ ന്യൂസുകളൊക്കെ കേട്ടോണ്ട്. ഓക്കെ. അവന്മാർ ഓരോ പ്രാവശ്യം മോളി വരുമ്പോഴും എടുത്തിട്ട് വിൽക്കുന്നു, നമുക്ക് പണി തരുന്നു, അവർ ഉള്ളത് കൊണ്ട് പോകുന്നു. ഇതാണ് മാർക്കറ്റ് സംഭവിക്കുന്നത്. നമ്മളൊരു കാര്യമാണ്, ഞാൻ ഈയിടെയാണെങ്കിൽ ഒരാളുടെ ഇത് കേട്ടപ്പോൾ അതിനകത്ത് പറയുന്നത്, മാർക്കറ്റ് ഈ 60,000 കോടിയുടെ കഥ പറഞ്ഞപ്പോൾ ഞാനങ്ങ് പറയാം, നമ്മൾ വിഷയത്തിൽ നിന്ന് വിട്ടുകൊണ്ട് നിങ്ങളൊക്കെ ഇത് അറിഞ്ഞിരിക്കണം. നിഫ്റ്റി, നിങ്ങളത് മനസ്സിലാക്കണേ, നിഫ്റ്റി ഒരു പോയിൻ്റ് മുകളോട്ടോ താഴോട്ടോ പോകണമെങ്കിലോ മേളിലോട്ടോ താഴോട്ടോ പോകണമെന്നുണ്ടെങ്കിൽ 150 കോടി രൂപയുടെ ക്രയവിക്രയം നടക്കണം. മനസ്സിലായി പറഞ്ഞേ? നിഫ്റ്റി ഒരു പോയിന്റ് മേളോട്ടോ അല്ല ഒരു പോയിന്റ് താഴോട്ടോ ചലിക്കണമെന്നുണ്ടെങ്കിൽ 150 കോടി രൂപയുടെ ക്രയവിക്രയം, ബൈ അല്ലെങ്കിൽ സെല്ല് നടക്കണം. മനസ്സിലായി? ഒരു പോയിന്റ് നിഫ്റ്റി നീങ്ങണമെങ്കിൽ 150 കോടിയുടെ ബൈ അല്ല സെല്ല് നടക്കണം മാർക്കറ്റിൽ. ഇത് സത്യമാണെന്ന് എനിക്കറിയത്തില്ല. ഒരു ടീച്ചർ പറയുന്ന, ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, പുള്ളി പറയുന്നത് ഞാൻ കേട്ടത്. സത്യമാണോ അല്ലോ എന്നെ കല്ലെറിയില്ലായിരുന്നു, ഞാൻ കേട്ടതെന്ന് പറയുന്നേ ഉള്ളൂ. ഒരു റെപ്യൂട്ടഡ് ആളാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ദിവസം നിഫ്റ്റിയിൽ എത്രായിരം കോടിയുടെ ക്രയവിക്രയം നടക്കുന്നത്. ഒരു പോയിന്റ് അങ്ങോട്ട് പോകുന്നു, ഒരു പോയിന്റ് ഇങ്ങോട്ട് പോകുന്നു, 10 പോയിന്റ് മുകളിലോട്ട് പോകുന്നു, 10 പോയിന്റ് താഴോട്ട് വരുന്നു. അപ്പോൾ ഈ ഓരോ പോക്കിലും ഈ പൈസ ഇങ്ങനെ കൗണ്ട് ആയിക്കൊണ്ടിരിക്കാൻ ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓരോരോ പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എത്ര ലക്ഷം കോടി രൂപയുടെ കച്ചവടമാണ് നമ്മുടെ ഈ മാർക്കറ്റിൽ നടക്കുന്നത്. നമ്മൾ മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് 60,000 കോടിയൊന്നും വെറും സ്വാഹയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എനിക്ക് ഇതിനോട് ലോജിക്കായിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അത് മാത്രമല്ല, ഈ 60,000 കോടി മാർക്കറ്റിൽ ലിക്വിഡിറ്റി ആയിട്ട് കൊടുക്കുന്ന 20,000 കോടി വെച്ച് 3 ടേമായിട്ട് കൊടുക്കുന്നൊക്കെയാണ് ഞാൻ കേട്ടത്. എത്രത്തോളം ഇതിൻ്റെ ആധികാരികത എനിക്കറിയത്തില്ല. കൂടുതൽ വലിയ അതിനെ കീറി മുറിച്ച് പറയാനൊന്നും ഞാൻ ആളല്ല. അപ്പോൾ എൻ്റെ ഒരു ലോജിക്ക് വെച്ച് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മാർക്കറ്റിനെ സമീപിക്കുമ്പോൾ കൃത്യമായ ധാരണയോട് മാത്രമേ നമ്മൾ മാർക്കറ്റിൽ പ്രവേശിക്കാവൂ. മാർക്കറ്റിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിലും എക്സിറ്റ് ആണെങ്കിലും നമ്മളൊരു എക്സിറ്റ് പോയിന്റ് എൻട്രി പോയിന്റും കണ്ടുവെച്ച് വളരെ പ്ലാൻ ചെയ്ത് മാത്രമേ നമ്മൾ ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കാവൂ. ഓക്കെ. നമ്മൾ പറഞ്ഞ് ഞാൻ ഒത്തിരി അങ്ങ് കടന്നു പോകുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് നാളെ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഓക്കെ. നാളെ മാർക്കറ്റിൽ ഇപ്പം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് 23,000 താഴെയാണ് ക്ലോസ്. സ്പോട്ട് 22,957 ഫ്യൂച്ചർ 22,990 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. US ഫ്യൂച്ചർ ഇപ്പം ഫ്ലാറ്റാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നാസ്ഡാക്ക് ഒരു 50 പോയിന്റ് പ്ലസ്സിലും, പിന്നെ ഫ്യൂച്ചർ ഡൗ ജോൺസ് ഫ്യൂച്ചർ ഒരു 15 പോയിന്റ് മാത്രമേ ഉള്ളൂ, ഫ്ലാറ്റായിട്ട് പോകുന്നത്. അപ്പം ഇന്ന് രാത്രി അവിടെ നിന്ന് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. അപ്പം നാളെ നമുക്കുള്ള ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 257 എന്ന് പറയുന്നത് ഇതിനകത്താണ്. ഈ 13,000 ഈ പോയിന്റ് വേണം നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ പോയിന്റ് കളയാം. ഈ പോയിന്റ് വേണ്ട, ഇനി ആ പോയിന്റിൻ്റെ ആവശ്യകത ഇനി ഇല്ല. നമുക്ക് ഈ പോയിന്റിനെ എടുക്കാം. ഈ പോയിന്റ്, ഓക്കെ, ഈ പോയിന്റിനെ എടുത്ത 22,859 എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് അല്ലേ? നമുക്ക് ഈ പോയിന്റ് നോക്കാം. ഇത്ര നോക്കാം. ഓക്കെ. ഈ പോയിന്റ് നമുക്ക് വെക്കാം. ഈ പോയിന്റിനകത്താണ് നമുക്ക്
ട്രേഡ് ഉള്ളത്. ഈ 23 ഇതൊന്നും വേണ്ട, കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ 23,000 കട്ട സപ്പോർട്ട് അല്ല റെസിസ്റ്റൻസ്. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഇതുപോലെ തന്നെ തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ. ഓക്കെ, അപ്പം നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ട്രേഡിനെ പറ്റി ചിന്തിക്കുക. ഇവിടെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നേരെ കറക്റ്റ് മാർക്കറ്റ് നേരെ താഴോട്ട് തന്നെ വരും. ഇവിടെ നേരെ താഴോട്ട് തന്നെ വരും. ഇത് തന്നെ ആയിരിക്കും നമ്മുടെ കറക്റ്റ് സപ്പോർട്ട് പോയിന്റ്. ഓക്കെ, ഇവിടുന്ന് താഴോട്ട്. പിന്നെ അടുത്തത് പോയിന്റ് ഇവിടെ കിടപ്പുണ്ട് ഓൾറെഡി. ഇത്രയും ഞാൻ തൽക്കാലം അവിടെ വരയ്ക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ഉറങ്ങൂടെ കിടപ്പുണ്ട്. ഓക്കെ, വരച്ചേക്കണോ? ഒരു ഭീകര ഹോളായിരിക്കും. 22,150 അവിടെ വരെ ഒന്നും പോകത്തില്ല. എന്നാൽ ഈ 2 പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ച് വെക്കുക. ഓക്കെ, ഇത് 2 നമ്മുടെ റേഞ്ച്. ഓക്കെ, ഇതിന് മുകളിലോട്ട് ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ടാർഗറ്റ് ഇതെല്ലാം ബാക്കി ടാർഗറ്റ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു ഷോർട്ട് കവറിങ് നടക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,287 മുകളിലെ ഷോർട്ട് കവറിങ് ഉള്ളൂ. ഇവിടുന്ന് ഷോർട്ട് കവറിങ് നടക്കത്തില്ല. 23,287 മുകളിലാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കവറിങ് നടക്കും. അങ്ങനെയാണ് മാർക്കറ്റ് ഫർദറായിട്ട് മുകളിലോട്ട് പോകും. നാളെ ബുധനാഴ്ച നാളെ ബുധനാഴ്ചയല്ലേ, ഇനി ചൊവ്വയല്ലേ, മറ്റന്നാളാണ് എക്സ്പയറി. ഓക്കെ, അപ്പം നാളെ മാർക്കറ്റിൽ എന്താണ്, നാളെ സത്യം പറഞ്ഞാൽ ലൈവ് മാർക്കറ്റിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കണ്ടീഷനത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. രാത്രി എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളിന്ന് ലാഭമാണോ നഷ്ടമാണോ ബുക്ക് ചെയ്തെന്നുള്ളത്. കാരണം എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം ആ ഒരു ക്യാപ്ചർ ചെയ്യാൻ പറ്റാഞ്ഞത് ഞാൻ ക്യാപ്ചർ ചെയ്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടല്ലോ. ഞാൻ പറഞ്ഞില്ല 90 രൂപയ്ക്ക് ഇടുന്ന സെൻസെക്സ് 600 രൂപ വരെ പോയി. ഞാൻ 250 ഇറങ്ങി, ഞാൻ കാണിച്ചു നിങ്ങളെ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. നമ്മൾ ഹാർഡ് ഏൺ മണിയാണ് അല്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണത്. വെറുതെ കളഞ്ഞു കുളിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അനുഭവത്തിൽ നിന്നാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഒരു അനിയനെന്നോ ചേട്ടനെന്നോ സഹോദരനെന്നോ ഒക്കെ കണ്ട് നിങ്ങളത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും പ്രോഫിറ്റ് കൊണ്ട് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.